അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള പസിലാണ് ഗിയർ ക്യൂബ്. 2009 ഓസ്കാർ വാൻ ഡെവൻറ്റിയർ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ വിചാരിക്കും ഇതൊരു സാധാ 3x3 റുബിക്സ് ക്യൂബ് അല്ലേ, കുറച്ച് ഡിസൈൻ വ്യത്യാസം മാത്രമല്ല ഉള്ളൂ. അതെ, ഇതിങ്ങനെ കാണുമ്പോൾ ഒരു 3x3 റുബിക്സ് ക്യൂബ് ആണെന്നേ പറയൂ. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയതിന് ചുറ്റും ഇതുപോലെ കുറേ ഗിയറുകൾ കാണാം. ഇതിൽ നമ്മൾ ഒരു സൈഡ് തിരിക്കാനായിട്ട് നോക്കുമ്പം ആ ഒരു സൈഡ് തിരിയുന്നതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ള ഗിയറുകളും തിരിഞ്ഞു വരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഷഫിൾ ചെയ്ത് നോക്കാം. സാധാ ക്യൂബുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേക ഇക്വേഷനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റുകളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും. ഗിയർ ക്യൂബിൻ്റെ ആദ്യത്തെ വെർഷൻ 3x3 ആയിരുന്നെങ്കിലും ഇപ്പം നമുക്ക് പല പസിലുകൾക്കും ഗിയർ ക്യൂബ് വെർഷൻ അവൈലബിൾ ആണ്. ഇതിൽ ഓരോ ലെയർ മൂവ് ചെയ്യുമ്പം എന്തൊക്കെ മാറ്റങ്ങളാണ്, പീസുകൾ എങ്ങനെയൊക്കെയാണ് തിരിയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കിത് സോൾവ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഈ പസിൽ സോൾവ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട് ഗിയർ ക്യൂബിനെ കുറിച്ചുള്ള ഈ വീഡിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.